ഹായ്. ഇത് അഖിൽ നമ്മുടെ എജു വേൾഡിലെ സ്റ്റഡി അബ്രോഡ് ടീമിന്റെ ഹെഡാണ്. ഇവിടുത്തെ ഒരുപാട് കുട്ടികളെ വിദേശ പഠനത്തിന് കൊണ്ടുപോയി ഇന്റർനാഷണൽ എക്സ്പോഷർ കൊടുത്തിട്ടുള്ള ടീമാണ് സ്റ്റഡി അബ്രോഡ്. കുട്ടികൾ വിദേശ പഠനത്തിന് പോകണമെന്ന് എന്തുകൊണ്ട് എജു വേൾഡ് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എജു വേൾഡ് എന്തുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു? ആക്ച്വലി എജു വേൾഡ് മാത്രമല്ല, നമ്മളുടെ ഒരു സമൂഹത്തിന് ഇപ്പോൾ എബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിൽ തന്നെ കാണാം. നമ്മളുടെ പിള്ളേരെല്ലാം തന്നെ പുറത്തത്തെ വിദ്യാഭ്യാസമാണ് കൂടുതലും ആഗ്രഹിക്കുന്നത്. സോ ഇത് ജസ്റ്റ് ഒരു ഗോയിങ് വിത്ത് ട്രെൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളുടെ ഒരു സ്റ്റുഡൻറ്റ് പുറത്തുപോയി വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ അവൻ്റെ ഒരു ഇൻ്റർനാഷണൽ റെക്കഗ്നീഷനാണ് കിട്ടുന്നത്. ഇതിപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ കാലമാണല്ലോ. ഒരു ഗ്ലോബൽ എൻവയറമെൻറ്റിൽ, അതായത് ഒരുപാട് രാജ്യങ്ങളിലെ ഒരുപാട് സ്റ്റുഡൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും നല്ലൊരു നെറ്റ്വർക്ക് സ്ഥാപിക്കാനും ഈ സ്റ്റുഡൻസിന് പറ്റും. അപ്പോൾ അതാണ് നമ്മൾ വിദേശ വിദ്യാഭ്യാസത്തിലൂടെ ഫസ്റ്റ്ലി പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, ഒരു വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് അവൻ്റെ ജീവിതവും അതേപോലെ തന്നെ എഡ്യൂക്കേഷനും അവൻ എങ്ങനെ മാനേജ് ചെയ്യാവുന്നു, അവിടെ തന്നെ വീണ്ടും തുടർന്ന് അവൻ്റെ ലൈഫ് സെറ്റിൽ ചെയ്യാനും കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. മീൻസ് ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും. യെസ്, ഡെഫിനറ്റ്ലി. ഈ ഒരു വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ജനറലി ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് കൺട്രീസ് ഉണ്ടാവുമല്ലോ, അതേതൊക്കെയാണ്? നമ്മളുടെ നാട്ടിൽ മലയാളീസ് പൊതുവേ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്ത് അവിടെ പഠിക്കാനാണ്. സേ UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, USA ഒക്കെ പോലത്തെ കൺട്രീസ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്കൊരു ബാരിയറാണ്. അപ്പോൾ ഈ പറയുന്ന കൺട്രീസിലേക്കാണ് കൂടുതലും നമുക്കൊരു ഫ്ലോ ഉണ്ടായിരുന്നത്. പിന്നെ ഈ കൺട്രീസിലേക്ക് നമുക്ക് റിക്വയർമെൻറ്റ്സ്, അക്കാഡമിക് റിക്വയർമെൻറ്റ്സ് നല്ല ഹൈ മാർക്കുള്ള സ്റ്റുഡൻസിനാണ് കൂടുതൽ അവർ അഡ്മിറ്റ് ചെയ്യാറ്. പിന്നെ അതേപോലെ തന്നെ ലാംഗ്വേജ് കോഴ്സ് അതും മാൻഡേറ്ററി ആണ് ഈ പറഞ്ഞ പോലെ കൺട്രീസിൽ. പിന്നെ ഫീസ് നോർമലി ഈ പറഞ്ഞ പോലെ ഫീസൊക്കെ അറൗണ്ട് ഒരു 10 lakhs ഒക്കെ വരും. ഇതൊക്കെയായിരുന്നു നേരത്തെ ട്രെൻഡ്. ഇപ്പോൾ കാലം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴുള്ള കൺട്രീസ്, യെസ്, ഇപ്പോൾ ഉള്ള കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൺട്രീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കൺട്രീസ്, ഇപ്പോൾ കാനഡ, UK പോലത്തെ കൺട്രീസിൽ അവർ ഒരുപാട് റൂൾ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. സേ നമുക്കിപ്പോൾ UK ആയിരുന്നെങ്കിൽ ഏറ്റവും സൗത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രി ആയിരുന്നു UK. ഇപ്പോൾ സ്പൗസ് വിസാസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സ്പൗസ് വിസാസ്? യെസ്, സ്പൗസ് വിസാസ്. പിന്നെ കാനഡ വരുമ്പോൾ കാനഡയിൽ ഒരുപാട് റൂൾ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാനഡ ഇപ്പോൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ ഡബിൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് മണി നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അവരുടെ വിസ സക്സസ് റേറ്റും കുറവാണ്. ഇപ്പോൾ അവർ അധികം അപ്രൂവ് ചെയ്യുന്നില്ല. അവിടെ ഇന്ത്യ കാനഡ ബൈലാറ്ററൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അധികം വിസാസ് അവർ അപ്രൂവ് ചെയ്യുന്നില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഈസിയസ്റ്റ് ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേ, ഒരു പാത്ത് വേ എന്ന് പറയുമ്പോൾ നമുക്ക് യൂറോപ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് ചെറിയ കൺട്രീസ്, ബട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരുപാട് കൺട്രീസ് ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ അറിയാവുന്ന കൺട്രീസാണ് ഈ മാൾട്ട, ലാറ്റ്വിയ, അതേപോലെ തന്നെ ലിത്വാനിയ, പോളണ്ട് എന്നൊക്കെ പറയുന്ന പോലെ. അതുമാത്രമല്ല വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പുതിയതായിട്ട് വരുന്നുണ്ട്. ജോർജിയ അല്ല ഇപ്പം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു? യെസ്, ജോർജിയ നമ്മൾ ഓൾറെഡി ഇവിടെ നഴ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ്. അത് നമ്മുടെ നേരത്തെ ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഈ കൺട്രീസിലുള്ള വിസ റൂൾസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അവിടേക്ക് പോകുന്ന കുട്ടികളുടെ ഒരു എഡ്യൂക്കേഷൻ കൺസെപ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ എല്ലാവരും തന്നെ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ നല്ലൊരു ഭാഗം തന്നെ വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് അവിടെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. വിസ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെല്ലണമല്ലോ, അതുവരെ അവിടെ എത്തുന്നില്ല. അത് എത്താനായിട്ട് ഏറ്റവും എളുപ്പമാർഗ്ഗങ്ങളും കുറഞ്ഞ ഫീസും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എജു വേൾഡും ഈ ട്രെൻഡിനനുസരിച്ച് മാറിയിട്ടുണ്ടാവില്ലേ? ലൈക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകാറോ? ഇസ് ദെയർ എനി സ്പെസിഫിക് countries where എജു വേൾഡ് takes students to? യെസ്, ഡെഫിനറ്റ്ലി. ഒരു 25 years എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീം അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാ മേഖലകളിലും എക്സ്പെർട്ടൈസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ഗോ വിത്ത് ട്രെൻഡ് ഓൾസോ. സോ നമ്മൾ കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് ഏതൊരു സാധാരണക്കാരനും മക്കളെ പറഞ്ഞയക്കാൻ പറ്റുന്ന കൺട്രീസിലേക്കാണ്. അതായത് ഒരു 3 to 5 lakhs ബഡ്ജറ്റിൽ വരുന്ന കൺട്രീസ്. നമുക്കിപ്പോൾ ലാറ്റ്വിയ ഉണ്ട്, മാൾട്ട ഉണ്ട്, പോളണ്ട്, ലിത്വാനിയ, പിന്നെ യൂറോപ്പിൽ ഇതേപോലെ ലോ ബഡ്ജറ്റിൽ നമുക്ക് കയറി പോകാൻ പറ്റുന്ന ഒരുപാട് കൺട്രീസ് ഓപ്പൺ അപ്പ് ആയി വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിസ സക്സസ് റേറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗ്രാജുവേഷൻ ആണോ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണോ കൂടുതൽ സ്റ്റുഡൻസ് അബ്രോഡിലേക്ക് പോകുന്നത്? What are the preferences actually? Preference basically depends on the students.
കാരണം UG കോഴ്സ് ചെയ്യുന്നതും PG കോഴ്സ് ചെയ്യുന്നതും അത് സ്റ്റുഡൻസിന്റെ മാത്രം ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ ഇറ്റ്സ് ടോട്ടലി അപ്പോൺ ദം. പക്ഷേ ആസ് എ കൺസൾട്ടൻസ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ കോസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള കോസ്റ്റ്, അതേപോലെ തന്നെ എത്ര ഡ്യൂറേഷൻ, ഇതിൽ വരുന്ന സിലബസിന്റെ കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിനെ പറഞ്ഞ് എക്സാക്റ്റ് ആയിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ UG കോഴ്സാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 year മിനിമം പ്രോഗ്രാം ആയിരിക്കും വരുന്നത്. അറ്റ് ദ സെയിം ടൈം PG പ്രോഗ്രാംസ് നമുക്ക് 1 year കൊണ്ട് തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻവോൾവ് ആവുന്ന കോസ്റ്റ്, പിന്നെ മറ്റു കാര്യങ്ങൾ, ട്രാവലിൻ്റെ കാര്യങ്ങളും, ഈ കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അവർക്ക് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുക. അവർക്ക് ആവശ്യമുള്ള എന്ത് റിക്വയർമെൻ്റ് ആണെങ്കിലും അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ചെയ്യും. ഇപ്പൊ കേരളത്തിന്റെ പുറത്തേക്ക് കുട്ടികൾ ലൈക്ക് വിത്തിൻ ഇന്ത്യ പോകുമ്പോൾ തന്നെ പേരൻസിന് ഒരുപാട് കൺസേൺസ് ഉണ്ട്. ഇപ്പം ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ തന്നെ കൺസേൺസ് കൂടും. സിമിലർലി കുറെ ഹസാർഡ്സ് നമ്മൾ ഫേസ് ചെയ്യേണ്ടിയിരിക്കും. ആൻഡ് വാട്ട് ആർ ദ കോമൺ ഹസാർഡ്സ്? ഹസാർഡ്സ് അല്ലെങ്കിൽ ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ സെക്യൂർ ചെയ്യുക, അതാണ് നമുക്ക് ഫസ്റ്റ്ലി വരുന്നത്. അപ്പോൾ അതിനുള്ള ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ തൊട്ട് സ്റ്റുഡൻറ്റിൻ്റെ വിസ പ്രോസസ്സിങ്, അതേപോലെ തന്നെ വൺസ് വിസ അപ്രൂവ് ആയി കഴിയുമ്പോൾ അവിടെ ട്രാവൽ ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ അക്കോമഡേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം ഇവിടെ നിന്ന് പോകുന്ന സ്റ്റുഡൻസിൻ്റെ പാരൻസാണ് ഏറ്റവും കൂടുതൽ വെറിയാവുന്നത്. അപ്പോൾ അത് അവിടെയുള്ള അക്കോമഡേഷൻ, അതേപോലെ തന്നെ അവിടെ സ്റ്റുഡൻറ്റ് കോളേജിൽ എൻറോൾ ആവുന്നവരെ എല്ലാം ചാലഞ്ചസ് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീം നമ്മളിവിടെ എജുവേൾഡിൽ ഒരുക്കിയിരിക്കുന്നത്. 25 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളൊരു മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് വി ഹാവ് ഓൾ ദ എക്സ്പെർട്ടൈസ് യു നീഡ്. ഡെഫിനറ്റ്ലി യു ക്യാൻ അപ്രോച്ച് അസ്. ഓക്കെ, സേഫ് ആയിരിക്കും, സെക്യൂർഡ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.